മാധ്യമപ്രവർത്തനം മാപ്രകൾ എന്ന് വിളിച്ച് കളിയാക്കുന്ന ഒരു സമയമാണ്. ഇത് ആദ്യം മനസ്സിലാക്കേണ്ടത് മാധ്യമപ്രവർത്തകർ തന്നെയാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇതൊരു സത്യാനന്തര കാലമാണ്, മിസ്ഇൻഫർമേഷൻ്റെ കാലമാണ്. ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ട യഥാർത്ഥത്തിലുള്ള പണി മിസ്ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ കടലിൽ ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അത് വൃത്തിയായിട്ട് ചെയ്യുക, അത് കൊടുക്കുക എന്നുള്ളതാണ്. അവിടെ മാധ്യമങ്ങളുടെയും മാധ്യമപ്രവർത്തകരുടെയും വില പോകാനുള്ള കാരണം തന്നെ ഇത് സത്യാനന്തര കാലമായതുകൊണ്ടാണ്. അവിടെ നമ്മൾ കയറിയിട്ട് ഇതല്ലാത്തൊരു പണി ചെയ്യരുത്. അത് ഈ ഒരു കമ്മ്യൂണിറ്റിയെ തന്നെ ബാധിക്കുന്ന, ഈ ഒരു ഇൻഡസ്ട്രിയെ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇതാണ് എനിക്ക് ഒന്നാമതായിട്ട് പറയാനുള്ളൊരു കാര്യം. ഞാനിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് നൽകിയ മാധ്യമങ്ങളുടെ വാർത്തകൾ ഞാൻ ഇന്നാണ് ശ്രദ്ധിച്ച് കേൾക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടുകയാണ്, ഒരാൾ നമ്മൾ വിളിച്ച് പറയുകയാണ് ബ്രൂണയിൽ സുകുമാരക്കുറുപ്പുണ്ട് എന്ന് നമ്മളോട് പറഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുക? ഓക്കെ, അതിനാധാരമായ എന്തെങ്കിലും എവിഡൻസ്, അയാൾ സുകുമാരക്കുറുപ്പാണ്, നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന എന്ത് എവിഡൻസ് ആണുള്ളതെന്ന് ചോദിക്കും. അപ്പോൾ ഇന്ന് ഒരു മാധ്യമ സ്ഥാപനത്തിൽ ഈ ഇൻഫർമേഷൻ ഒരു മാധ്യമ സ്ഥാപനത്തിൽ കൈമാറിയ ഒരു വ്യവസായി ദീർഘമായി സംസാരിക്കുന്നുണ്ട് എൻ്റെ ഒരു ആങ്കറുമായിട്ട്. അപ്പോൾ ഇയാൾ പറയുന്നത് എനിക്ക് 90കൾ മുതൽ തന്നെ ഇയാളെ പരിചയമുണ്ട്, ഈ സാധുവിനെ. അപ്പോൾ എനിക്ക് അന്ന് മുതലേ സംശയമാണ് ഇയാളുടെ വേറെ ബേർഡ്സ് എവിടെയാണ്, ഇയാളുടെ പേരെവിടെയാണ്. അങ്ങനെ ഇരിക്കെ ഞാൻ ഒരിക്കലും അയാളുടെ പ്ലേസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പഴയ പാസ്പോർട്ട് ഇരിക്കുന്നത് കണ്ടു. ഇയാൾ വളരെ ആധികാരികമായിട്ട് പറയുകയാണ്, ആ പാസ്പോർട്ടിൽ അയാളുടെ പേര് സുകുമാരൻ ശിവദാസ കുറുപ്പ് എന്നാണ് ഞാൻ കണ്ടു. അപ്പം ഞാൻ ഈ പാസ്പോർട്ട് കണ്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ അയാൾ പെട്ടെന്ന് ഈ പാസ്പോർട്ട് എടുത്തു വെച്ചു. പിന്നെയും ഞാനിതും അങ്ങനെ ഒരു പാസ്പോർട്ട്, സുകുമാരക്കുറുപ്പിൻ്റെ മുഴുവൻ പേര് അതാണ് എന്ന് ലോകം മുഴുവൻ അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ഒരു പാസ്പോർട്ട് കണ്ട ആൾ ഈ 90കൾ മുതൽ ഈ 2026 വരെ എന്ത് കാത്തിരിക്കുകയാണ്? അയാളൊരു വ്യവസായിയാണ് അവിടെ ബ്രൂണയിൽ. അയാൾക്ക് എംബസിയിൽ അറിയിച്ചാൽ പോലെ ഇന്ന ആളുടെ കയ്യിൽ ഇങ്ങനെ ഒരു പാസ്പോർട്ട് ഞാൻ കണ്ടു, ഇത് പരിശോധിക്കണമെന്ന് പറഞ്ഞാൽ പോലെ. അപ്പോൾ ഈ മനുഷ്യൻ എന്തിനു വേണ്ടിയാണ് ഈ ഒരു സാധുവിനെ സുകുമാരക്കുറുപ്പായിട്ട് തെറ്റിദ്ധരിച്ച് ഇങ്ങനൊരു വിവരം നൽകിയതെന്നുള്ളതാണ് അന്വേഷിക്കപ്പെടേണ്ടത്. ഇയാൾ വളരെ ആധികാരികമായിട്ട് പറയുകയാണ് അത് അയാൾ തന്നെ. അപ്പോൾ ഇയാൾ പറയുകയാണ്. ഇത് കേൾക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ, മാധ്യമ സ്ഥാപനം എന്താ ആദ്യം ചെയ്യേണ്ടത്? അത് ക്രോസ് ചെക്ക് ചെയ്യണം. എൻ്റെ ഒരു സുഹൃത്ത് കൂടിയ ഒരു മാധ്യമപ്രവർത്തനാണ് ഇയാളെ തപ്പി ബ്രൂണയിൽ പോയിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കുക, അയാൾ വർഷങ്ങളായിട്ട് മറ്റൊരു മാധ്യമ സ്ഥാപനത്തിൽ ദീർഘനാൾ പരിശീലനം കിട്ടിയ, ഒരുപക്ഷെ മലയാളത്തിലെ ഏറ്റവും മികച്ചൊരു മാധ്യമ സ്ഥാപനത്തിൽ ദീർഘനാൾ പരിശീലനം കിട്ടിയ ഒരാളാണ്. അയാളെ പറഞ്ഞയക്കുകയാണ് ബ്രൂണയിലേക്ക്. അദ്ദേഹം പോയിട്ട് ഈ പറയുന്ന വ്യക്തി പറയുന്ന ഫാം ഹൗസിന് മുമ്പിൽ പോയി റിപ്പോർട്ട് ചെയ്യുക, ഇതിനകത്ത് ഇപ്പോൾ അയാളുണ്ട്, ഇന്നലെ രാത്രി അയാൾ അവിടെ ഉണ്ടായിരുന്നു, അയാളുടെ ഫോൺ നമ്പർ ട്രാക്ക് ചെയ്താൽ ഇപ്പോൾ കിട്ടുക, ഇതൊക്കെ പറയേണ്ടി വരികയാണ്. ഞാൻ പറയുന്നത് ദിസ് ഈസ് നോട്ട് ജേർണലിസം. അൺബിക്കമിങ് ഓഫ് എ ജേർണലിസ്റ്റ് എന്ന് വേണമെങ്കിൽ ഈ ഒരു ഇവൻറ്റിനെ പറയാം. ഞാനിത് ചെറിയ തമാശയായിട്ടല്ല ഇതിനെ കാണുന്നത്. കാരണം ഇത് മുഴുവൻ മാധ്യമങ്ങളുടെയും ക്രെഡിബിലിറ്റിയെ കളയുന്ന ഒരു ഇവൻ്റായിട്ട് ഇതിനെ കാണണം. ഇതിൽ കറക്ഷൻ മാധ്യമങ്ങൾ വരുത്തണം. കാരണം ഒരു തരത്തിലുള്ള രേഖയുമില്ല. ഇവർ തന്നെ പുറത്ത് ഒരു പാസ്വേഡ്, ഞങ്ങളുടെ കയ്യിൽ മുഴുവൻ രേഖകളുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഒരു മാധ്യമ സ്ഥാപനത്തിലെ ആങ്കർമാർ ഭയങ്കരമായിട്ട് ഇതിനാഘോഷിക്കുന്നത്. അപ്പോൾ അതിലൊരു മുമ്പ് ഈ കേസ് അന്വേഷിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്നിട്ട് പറയുന്നുണ്ട്, ഇതിൽ ഏറ്റവും ക്രെഡിബിളായിട്ട് പോലീസിന് മുമ്പിലുള്ള വിവരം 1990 എത്ര വർഷം മുമ്പാണെന്ന് ആലോചിക്കണം, 36 വർഷം മുമ്പ് 1990 ഈ പറയുന്ന രത്നമ്മ സംഭവം, രത്നമ്മ എന്ന് പറഞ്ഞ നേഴ്സ് ആ മനുഷ്യനെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് പോലീസിന് വിവരം കൊടുക്കുന്നു. അയാളുടെ പേര് ഇത് തന്നെയാണ്, എല്ലാ ഇതും ശരിയാണ്. അയാൾ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്, ICUയിൽ പ്രവേശിക്കേണ്ട സ്റ്റേജിലാണ് ആശുപത്രിയിൽ വരുന്നത്. അപ്പോൾ ഇയാളെ പരിശോധിച്ച ഡോക്ടറെ ഈ പോലീസുകാർ പോയി കണ്ടു. അവർ പറഞ്ഞ ഈ ഫോട്ടോയെ കാണിച്ചു, ഇതൊക്കെ ശരിയാണ്, ഏതാണ്ട് ആ രൂപം തന്നെയാണ്. ഇതൊക്കെ പറഞ്ഞ ഡോക്ടർ പറഞ്ഞ് 24 മണിക്കൂറിൽ കൂടുതൽ അയാൾ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല. കാരണം അയാൾ ICUയിൽ അഡ്മിറ്റ് ചെയ്യാൻ അയാൾ സമ്മതിച്ചിട്ടുണ്ടായില്ല. അയാൾ ഡിസ്ചാർജ് വാങ്ങി പോവുകയാണ് ചെയ്തത്. 24 മണിക്കൂറിൽ കൂടുതൽ അയാൾ ജീവിച്ചിരിക്കില്ല. അവർ 1990 തന്നെ മരിച്ചു എന്ന് പോലീസ് വിശ്വസിക്കുന്ന ഒരാളെക്കുറിച്ചാണ് 2026 ഏതോ ഒരു നിരപരാധിയുടെ ഫോട്ടോയും കൊടുത്തുകൊണ്ട് ഒരു പാസ്പോർട്ടും പുറത്തുവിട്ട് ഏതോ ഒരു മനുഷ്യനെ മണിക്കൂറുകളോളം ലൈവിൽ നിർത്തി ഞാൻ കണ്ടതാണ്, ഞാൻ പാസ്പോർട്ട് കണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ആലോചിച്ചോ. ഇപ്പോൾ ഇവർ പുറത്തുവിടുന്ന മനുഷ്യൻ, അയാളുടെ കുടുംബക്കാർ പറയുന്നത് ശരിയാണെങ്കിൽ അയാൾ ഒരു പണ്ടേ മലേഷ്യ എന്ന് പറഞ്ഞാൽ പണ്ട് മലയാളികൾ നാട് വിട്ട് പോകുന്നൊരു സ്ഥലമാണ്. നാട് വിട്ട് തന്നെ പോകുന്ന സ്ഥലമാണ്. നാട് വിട്ട് പോയി ഉരുവിലൊക്കെ പോയി അവിടെ പോയി പല ജോലിയും ചെയ്ത് ജീവിക്കുന്ന മലയ എന്നാണ് അന്നറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യൻ അവിടെ പോയി അവിടെ നിന്ന് തന്നെ കല്യാണം കഴിച്ചു. അവിടെ നിന്ന് തന്നെയാണ് കല്യാണം കഴിച്ചത്. ആ മനുഷ്യൻ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുടുംബം അയാൾ ഉപേക്ഷിച്ചിട്ടുണ്ട്. അയാൾ രോഗിയാണ്. അപ്പോൾ അയാളൊരു ഡെസ്റ്റിറ്റ്യൂട്ടായി മാറിയിരിക്കുന്നു. അയാളെ എന്ത് ചെയ്യണം, റീഹാബിലിറ്റേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ എംബസി നോർക്കയ്ക്ക് കത്തയച്ച ആ കത്താണ് നമ്മൾ പുറത്തു വിട്ടത്. ഒരു ഗതിയും പരഗതിയില്ലാത്തൊരു മനുഷ്യൻ. അയാൾ സംസാരിക്കുന്നത് നമുക്ക് സങ്കടം വരും. ഒരുപക്ഷെ ഡിമെൻഷ്യൊക്കെ ഉണ്ടാകും, 80-82 വയസ്സുണ്ടായത് ഡിമെൻഷ്യ ഉള്ളൊരു മനുഷ്യനാണ്. അയാൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്തൊരു മനുഷ്യനെ വേറൊരു നാട്ടിൽ അയാളുടെ ജന്മദേശത്ത് കുറേ അധികം അയാളുടെ ഫോട്ടോ കാണിച്ച് ഇത് സുകുമാരക്കുറുപ്പാണ് എന്ന് പറഞ്ഞ് ഹണ്ട് ഡൗൺ ചെയ്യുകയാണ്. ദിസ് ഈസ് റിഡിക്കുലസ് നിഷാദ്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് മുഴുവൻ മാധ്യമപ്രവർത്തകർക്കും മാധ്യമങ്ങൾക്കുള്ളൊരു പാഠമാണ്. ഒന്നാമത്തെ കാര്യം, എഡിറ്റർ എന്ന് പറയുന്ന ഒരു മാധ്യമത്തിൻ്റെ ബാക്ക് ബോണാണ്.
ഒരു എഡിറ്റർ ഇല്ലാതെ ഒരു മാധ്യമ സ്ഥാപനം റൺ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന വലിയ വീഴ്ചകളൊന്നാണ് എന്നാണ് ഞാൻ പറയുക. ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയല്ല. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആ ഓർഗനൈസേഷനിൽ ഏതെങ്കിലുമൊക്കെ ആളുകൾക്ക് തോന്നിയിട്ടുണ്ടാകും നമ്മൾ ഈ ചെയ്യുന്നത് കടന്ന കൈയാണെന്ന്. ഒരാൾക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഒന്നിലധികം പേർക്ക് തോന്നാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അവിടെ ബിഗ് എക്സ്ക്ലൂസീവ് ആകുമ്പോൾ എല്ലാവർക്കും ഇൻഫോംഡ് ആയിരിക്കില്ല. ഇൻഫോംഡ് ആയിരിക്കില്ല പറയാൻ അല്ല, ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ കയ്യിൽ രേഖകളുണ്ട്, ഇയാൾ സുകുമാരക്കുറുപ്പാണ് തെളിയിക്കുന്ന രേഖകളുണ്ടെന്ന് ഒരു ഓണറിൽ ഒരാളൊന്ന് പറയണമെങ്കിൽ എന്ത് രേഖയാണെന്നെങ്കിലും കേട്ടുകൊണ്ടിരിക്കുന്ന ബാക്കിൽ ഡെസ്കിൽ ആളുകൾ ആലോചിക്കില്ലേ എന്ത് രേഖയെക്കുറിച്ചാണ് ഇദ്ദേഹം പറയുന്നത്, എന്ത് രേഖയുണ്ടെന്നാണ് പറയുന്നത്, എങ്ങനെയാണ് ഇയാൾ സുകുമാരക്കുറുപ്പാണ് നമ്മൾ തെളിയിക്കുക എന്ന് എനിക്ക് തോന്നുന്നു ഇന്റേൺഷിപ്പ് ചെയ്യുന്ന കുട്ടികൾ പോലും സംശയം വരും എന്നാണ് തോന്നുന്നത്. ഇത് ശരിക്കും നാണക്കേടാണ് എന്ന് എനിക്ക് പറയാം.